നളന്ദ യൂണിവേഴ്സിറ്റി സൗത്ത് ഏഷ്യയിലെ തന്നെ മോസ്റ്റ് റിനൗൺഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കിങ് കുമാരഗുപ്ത വൺ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ആണ്. ടിബറ്റൻ ടീച്ചിങ് സ്റ്റൈലാണ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഫോളോ ചെയ്തിരുന്നത്. ഇവിടെ അഡ്മിഷനായി 20 ഇയേഴ്സ് എന്നൊരു മിനിമം ഏജ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് ബീഹാറിലാണ്. ധരംഗഞ്ച എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ലൈബ്രറി നളന്ദ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിതി ചെയ്തിരുന്നു. രത്നസാഗർ, രത്നരഞ്ജക, രത്നോദതി എന്നീ 3 ലൈബ്രറീസ് മെർജ് ചെയ്തതായിരുന്നു ധരംഗഞ്ച. 2015 നളന്ദ യൂണിവേഴ്സിറ്റിയെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചത്. മഹായാന ആൻഡ് വജ്രായന ബുദ്ധിസം ആയിരുന്നു നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ട്രെയിൻ ചെയ്തിരുന്ന മെയിൻ സബ്ജക്ട്സ്. നളന്ദ യൂണിവേഴ്സിറ്റി മെയിൻലി ഒരു ബുദ്ധിസ്റ്റ് ലേണിംഗ് സെൻറ്റർ ആയിരുന്നുവെങ്കിലും ഫൈൻ ആർട്സ്, മെഡിസിൻ, മാത്തമാറ്റിക്സ്, അസ്ട്രോണമി, പൊളിറ്റിക്സ് ആൻഡ് ആർട്ട് ഓഫ് വാർ എന്നീ മേഖലകളിലും സ്റ്റുഡൻസിന് ട്രെയിനിങ് നൽകിയിരുന്നു. ചൈനയിൽ നിന്ന് വന്ന ഫേമസ് പിൽഗ്രീം ആയിരുന്ന സുവാൻസാങ് ഇവിടെ ഏകദേശം 5 വർഷത്തോളം വിദ്യ അഭ്യസിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 10,000-ഓളം സ്റ്റുഡൻസും 3,000-ഓളം ടീച്ചേഴ്സും നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. 12th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിൽ ബക്തിയാർ ഖിൽജി ആണ് നളന്ദ യൂണിവേഴ്സിറ്റിയെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. സുവാൻസാങ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ യോഗശാസ്ത്ര അഭ്യസിക്കുന്നത് അന്നത്തെ ഹയസ്റ്റ് അതോറിറ്റി ആയിരുന്ന ശിലഭദ്രയുടെ കീഴിലാണ്. യോഗശാസ്ത്രയ്ക്ക് പുറമെ ന്യായ, ഹേതുവിദ്യ, ശബ്ദവിദ്യ, സാൻസ്ക്രിറ്റ് ഗ്രാമർ ഓഫ് പാണിനി ഇവയെല്ലാം സുവാൻസാങ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്റ്റഡി ചെയ്തിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി മെയിൻലി ഫ്ലറിഷ് ചെയ്യുന്നത് ഗുപ്ത എംപയർ കാലഘട്ടത്തിലാണ്. മെയിൻ അലുമിനീസ് ഓഫ് നളന്ദ യൂണിവേഴ്സിറ്റിയായി അറിയപ്പെടുന്നത് നാഗാർജുന, ആര്യദേവ, ധർമ്മപാല, ശിലഭദ്ര, ധർമ്മകീർത്തി, സുവാൻസാങ് എന്നിവരാണ്.